ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിന്റെ ഏറ്റവും പുതിയ അപ്ഡേഷനിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് 100% ഉപകാരപ്പെടുന്ന ഒരു ഇൻഫർമേഷൻ ആണ്. നിങ്ങൾക്ക് ആർക്കൊക്കെ ഉപകാരപ്പെടുമോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കണം. തീർച്ചയായിട്ടും ഇത് വീഡിയോ കേട്ടതിന് ശേഷം അല്ലെങ്കിൽ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. ഇപ്പൊ നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും അറിയാം, നമുക്ക് ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചിലവ് വരുന്ന ഏത് സംഭവത്തിനാണ്. ഏറ്റവും കൂടുതലല്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു 30% അല്ലെങ്കിൽ ഒരു 40% ചിലവ് വരുന്നത് നമ്മൾ ലോൺ എടുക്കുമല്ലോ. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സ് എന്തൊക്കെ ആവശ്യത്തിനാണ് ലോൺ എടുക്കുന്നത്? ഓക്കെ, അപ്പോൾ എൻ്റെ അനുഭവം വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരു 40% നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പോട്ടെ, നമ്മുടെ കേരളത്തിലുള്ളവർ ഒരു 40% ചെറുതും വലുതുമായ ലോൺ എടുക്കുന്നത് ഹോസ്പിറ്റൽ ആവശ്യത്തിന് വേണ്ടി തന്നെയാണ്. അത് 100% ഉറപ്പാണ്. അപ്പം നമുക്ക് ചില അവസരങ്ങളിൽ സാധാരണ ഒരു പനിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ അസുഖം വന്നാൽ ഓക്കെ, 10-500 കൊടുത്ത് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് താങ്ങാൻ കഴിയാത്ത ഒരു അസുഖമാണ്, അങ്ങനെ ആർക്കും വരാതിരിക്കട്ടെ, അങ്ങനെ അസുഖമാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു ആവറേജ് മലയാളിയുടെ സാലറി എന്ന് വെച്ചാൽ 20,000 രൂപയാണ്. ഈ 20,000 രൂപയിൽ കുടുംബ ചെലവ്, മറ്റു കാര്യങ്ങൾ, കുട്ടികളുടെ ഫീസ്, വീട്ടിലെ കാര്യങ്ങൾ എല്ലാം നോക്കുന്ന സമയത്ത് ആരുടെ കയ്യിലും ഒരു 5 പൈസയും കാണില്ല. നമ്മുടെ ഈ മലയാളികളുടെ പൊതു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരു മടിയരാണ്, ഞാൻ ഉൾപ്പെടെ കേട്ടോ. അങ്ങനെ ആരെയും കുറ്റപ്പെടുന്നതല്ല. അത് നമുക്ക് എന്തെങ്കിലും ചെറിയൊരു ആക്സിഡന്റ് വന്നു, കയ്യോ കാലോ പൊട്ടുകയോ മുറിയുകയോ ചെയ്തു, 2 ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് രൂപ 25,000, അതുപോട്ടെ ഒരു 10,000 ഏറ്റവും കുറഞ്ഞതാകും. ഓക്കെ, അപ്പൊ അത് നമ്മൾ കടം മേടിക്കും, കടം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ലോൺ എടുക്കും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്കൊരു 2 ലക്ഷം രൂപയുടെ ഒരു ആവശ്യം വന്നാൽ എന്താ ചെയ്യുന്നത്? നമുക്കിപ്പോ ഒരു ഒരു ബൈപ്പാസ് സർജറി അല്ലെങ്കിൽ ഒരു ആൻജിയോപ്ലാസ്റ്റി വന്നു, നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് ഒരു നിവൃത്തിയും കാണില്ല. സ്വന്തക്കാരത്ത് ചോദിച്ചാൽ ചിലപ്പോൾ തരും, ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിച്ചാൽ തരും. അവരില്ലെങ്കിൽ എന്താ ചെയ്യുന്നത്? ഒരു രക്ഷയുമില്ല, നമുക്കിത് ചെയ്താലേ പറ്റുകയുള്ളൂ, ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു ആൻജിയോപ്ലാസ്റ്റിക്ക് ഏറ്റവും കുറഞ്ഞത് തന്നെ 1.5 ലക്ഷം രൂപ ചിലവാകും. പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ബൈക്കിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ സൈക്കിളിൽ പോകുമ്പോഴോ നമ്മുടെ കയ്യോ കാലോ ഒടിഞ്ഞു, അതിനും ഒരു 10-25,000 രൂപ ചിലവാകും. അപ്പൊ ഈ ഒരു ചെലവ് പിന്നെ നമുക്ക് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം? ആർക്കെങ്കിലും, നമ്മുടെ മാതാപിതാക്കൾക്കോ മക്കൾക്കോ ആർക്കെങ്കിലും ഒരു അസുഖമോ കാര്യങ്ങളോ എന്തോ വന്നു, ഓക്കെ, അപ്പൊ നമ്മുടെ കയ്യിൽ നിന്നും 1 രൂപ പോലും ചെലവാക്കാതെ എങ്ങനെ ഹോസ്പിറ്റൽ കേസ് നമുക്ക് മാനേജ് ചെയ്യാം എന്നൊരു വീഡിയോ ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനോട് ചോദിച്ചൊരു ഇൻഫർമേഷനുമാണ്, സാറേ നമുക്ക് ഒരു മുതൽ മുടക്കില്ലാതെ എങ്ങനെ ഇൻഷുറൻസ് നമുക്ക് എടുക്കാം? ഓക്കെ, നമ്മുടെ ഈ കൊറോണയ്ക്ക് മുൻപ് നമ്മുടെ മലയാളികൾക്ക് ഇൻഷുറൻസിനെ കുറിച്ച് വലിയ ധാരണയില്ലായിരുന്നു. ഈ കൊറോണ വന്നതിന് ശേഷമാണ് ഇൻഷുറൻസ് എടുക്കണം, നമ്മൾ സെക്യൂർഡ് ആകണമെന്നൊരു ചിന്ത മലയാളിക്ക് വന്നു തുടങ്ങിയത്. ഇപ്പോഴും ആൾക്കാർ നാളെ എടുക്കാം, മറ്റന്നാൾ എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന അല്ലാതെ ആരും എടുക്കുന്നില്ല. ഓക്കെ, എന്നാലും പഴയ രീതിയിൽ നിന്ന് കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. ഏറെക്കുറെ ഒരു 25% ആൾക്കാരെങ്കിലും ഇൻഷുറൻസ് ഇപ്പോൾ എടുക്കുന്നുണ്ട്. ഞാനിവിടെ പറഞ്ഞു വരുന്നത് 1 രൂപ പോലും ചെലവില്ലാതെ നമുക്കൊരു ഫ്രീ ആയിട്ടുള്ളൊരു ഇൻഷുറൻസ് എങ്ങനെ എടുക്കാം. ഫ്രീ ആയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പൈസയൊന്നും മുടക്കില്ല, ഒരു 10 പൈസ പോലും മുടക്കില്ല. നിങ്ങൾക്ക് ചെറിയൊരു കാര്യം ചെയ്താൽ മാത്രം മതി, നിങ്ങൾക്ക് ഇൻഷുറൻസ് ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ആ ഇൻഷുറൻസ് ബെനിഫിറ്റ് ഞാൻ കാണിച്ചു തരാം. ഇത് 100% നിങ്ങൾക്ക് കിട്ടുന്ന ഓപ്ഷനാണ്. അത് ഇവിടെ കാണിച്ചിരിക്കുന്നു. ഇത് ഞാൻ എടുത്ത ഒരു കവറേജ് ആണ്. അപ്പോൾ എൻ്റെ സാലറിയിൽ ഒതുങ്ങാത്ത ചില കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ തന്നെ സ്വന്തമായിട്ട് ചില ഐഡിയകൾ കണ്ടുപിടിച്ച് നമ്മൾ തന്നെ ചെയ്യുന്ന കാര്യമാണ് ഇതൊക്കെ. അപ്പൊ ഇവിടെ ഹെൽത്തിന് 2 ലക്ഷം രൂപയാണ്. ഇത് നമ്മൾ എന്തെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുകയാണെങ്കിൽ നമുക്ക് 2 ലക്ഷം രൂപ വരെ നമുക്ക് ഇൻഷുറൻസ് കിട്ടും. അതും ക്യാഷ്ലെസ് ആണ്, നിങ്ങൾ ക്ലെയിമോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ കാർഡ് കാണിച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് കൈവീശി ഇറങ്ങി പോവാം. ഇനി ആക്സിഡന്റൽ ഡെത്ത് 10 ലക്ഷം രൂപയാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്ക് ആക്സിഡന്റ് മൂലം എന്തെങ്കിലും കൈകാൽ ഒടിയുകയോ അല്ലെങ്കിൽ ഡിസബിലിറ്റി എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് 10 ലക്ഷം രൂപ വരെ നമുക്ക് ഇൻഷുറൻസ് കിട്ടും. ഇതൊക്കെ 100% കിട്ടുന്ന കാര്യങ്ങളാണ്. പിന്നെ OPD കവറേജ്, നമ്മൾ സാധാരണ OP പോകില്ല, അഡ്മിറ്റ് ആകാതെ ഔട്ട് പേഷ്യന്റ് വിഭാഗത്തിൽ പോയിട്ട് നമ്മൾ കാര്യങ്ങളും മറ്റും ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന പൈസയാണ്. അതിനധികം ചിലവ് വരില്ല, അതുകൊണ്ടാണ് 10,000 രൂപ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പനിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെറിയ അസുഖമായിട്ട് നമ്മളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുന്നു,
ആ ഹോസ്പിറ്റലിൽ ചിലപ്പോൾ 2000 3000 നമുക്ക് ചിലവ് വരും. ആ ചിലവ് പോലും ഇൻഷുറൻസിൽ നിന്ന് ക്ലെയിം ആക്കും. ഓക്കെ, അപ്പൊ ഇത് എൻ്റെ ഇൻഷുറൻസിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണുന്നത്. ഈ കാണുന്നത് എൻ്റെ എന്താ പറയുന്നത് ഇൻഡസ്ഇൻഡ് ബാങ്ക് ജനറൽ ഇൻഷുറൻസ് ആണ്. എൻ്റെ പേരവിടെ കൊടുത്തിട്ടുണ്ട്. ഹെൽത്ത് കവറേജ് 2 lakhs, ആക്സിഡന്റൽ ഡെത്ത് 10 ലക്ഷം. ആക്സിഡന്റൽ ഡെത്ത് മാത്രമല്ല, ആക്സിഡന്റൽ ഡിസബിലിറ്റിയും അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് കവറേജ് കിട്ടും. പിന്നെ ഒരു നോമിനിയെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. നിങ്ങളുടെ വൈഫിനെയോ അല്ലെങ്കിൽ മകളെയോ മകനെയോ അമ്മയോ ആരെ വേണമെങ്കിലും അവർ ആഡ് ചെയ്യാം. നമുക്ക് ടോട്ടലി ഫ്രീ ആണ്. അപ്പോൾ ഇത് കഴിവതും നിങ്ങൾ യൂസ് ചെയ്യുക. ഓക്കെ, ഇനി ഇത് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഞാൻ പല ഇൻഷുറൻസ് കമ്പനിയിലും തിരക്കി നോക്കിയ സമയത്ത് അവർ പറയുന്നത് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നതിന് മുമ്പ് കസ്റ്റമറിന് ഷുഗർ ഉണ്ടോ, പ്രഷർ ഉണ്ടോ, കൊളസ്ട്രോൾ ഉണ്ടോ, മഞ്ഞപ്പിത്തം ഉണ്ടോ, അങ്ങനെ എല്ലാ അസുഖങ്ങളും ചെക്ക് ചെയ്ത് നോക്കണം. അങ്ങനെ ഇതെല്ലാം ഉണ്ടെങ്കിൽ അവർക്ക് കിട്ടില്ല. പിന്നെ ഹാർട്ടിന്റെ പ്രശ്നം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് എടുക്കാൻ പറ്റില്ല. അഥവാ പറ്റിയാൽ തന്നെ ഹ്യൂജ് എമൗണ്ട് നമ്മൾ കൊടുക്കണം. ഓക്കെ, അപ്പൊ അത് നമുക്ക് എന്താ പറയുക കഴിയാത്ത കാര്യമാണ്. പല ഇൻഷുറൻസ് കമ്പനി, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, പല ഇൻഷുറൻസ് കമ്പനിയിൽ ഞാൻ തിരക്കി. ഇത് 100% ഞാൻ നിങ്ങളോട് എന്താ പറയുക, നിങ്ങൾക്ക് ഇൻഷുറൻസ് അവർ തന്നില്ലെങ്കിൽ ഞാൻ തരും. ഓക്കെ, അത്ര ഉറപ്പ് ഞാൻ തരാം. അപ്പൊ ഇത് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റുപാടും മീൻസ് ഒരുപാട് ഡെലിവറി കമ്പനികളിൽ ഇപ്പോൾ മീൻസ് ഒരുപാടുണ്ട്. സ്വിഗ്ഗി, ഇൻസ്റ്റാമാർട്ട്, അതുപോലെ തന്നെ സൊമാറ്റോ, ബ്ലിങ്കിറ്റ്, ഷാഡോ ഫാക്സ്, ഒരുപാട്. നിങ്ങൾ അതെല്ലാം കളയൂ. അപ്പോൾ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് സ്വിഗ്ഗിയിൽ ജോയിൻ ചെയ്തു. സ്വിഗ്ഗിയാണ് നമുക്ക് ഈ ഒരു ഇൻഷുറൻസ് തരുന്നത്. ഓക്കെ, അപ്പൊ ഇവർ ഈ ഇൻഷുറൻസ് കിട്ടണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഒരാഴ്ച ഒരു ഡെലിവറിയെങ്കിലും നമ്മൾ ചെയ്യണം. അവർ പറയുന്നത് നിങ്ങൾക്ക് ഈ ഇൻഷുറൻസ് ബെനിഫിറ്റ് ലഭ്യമാകണമെങ്കിൽ ഒരു ഡെലിവറിയെങ്കിലും നിങ്ങൾ ചെയ്തിരിക്കണം. അതായത് 7 ദിവസത്തിനകം നിങ്ങൾ ഒരു ഡെലിവറിയെങ്കിലും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇൻഷുറൻസ് ബെനിഫിറ്റ് എല്ലാം നിങ്ങൾക്ക് ലഭ്യമാണ്. പറഞ്ഞ് മനസ്സിലായല്ലോ. ഇപ്പോൾ 1-ാം തീയതി നമ്മളൊരു ഡെലിവറി നമ്മൾ ചെയ്തു. മിക്ക സ്ഥലത്തും സ്വിഗ്ഗി ഉണ്ട്. തൃശ്ശൂർ, തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, കോട്ടയം, ആലപ്പുഴ, എല്ലാ സ്ഥലത്തും സ്വിഗ്ഗി ഉണ്ടെന്ന് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു ഡെലിവറി നിങ്ങൾ ചെയ്യണം. 1-ാം തീയതി നിങ്ങൾ ഒരു ഡെലിവറി ചെയ്തു, നിങ്ങൾക്ക് ഒരു 5-ാം തീയതി എന്തെങ്കിലും ഒരു ഇഷ്യൂ പറ്റി, നിങ്ങൾ ഇൻഷുറൻസ് നിങ്ങൾക്ക് കവറേജിന് ഉള്ളിലാണ്. ഓക്കെ, 8-ാമത്തെ ദിവസം ആകരുത്. അതാണ് അവർ പറയുന്നത്. ഒരു ഡെലിവറി ചെയ്ത് 7 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, ഹോസ്പിറ്റൽ പരമായിട്ട് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇൻഷുറൻസ് നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം. ഞാൻ പറഞ്ഞത് അറ്റ്ലീസ്റ്റ് ഒരു ഓർഡറെങ്കിലും നമ്മളൊരു കസ്റ്റമറിന് കൊടുത്തിരിക്കണം. ഓക്കെ, മനസ്സിലായല്ലോ. നിങ്ങൾക്ക് ഏതിലും ജോയിൻ ചെയ്യാം. ഞാനിവിടെ സ്വിഗ്ഗിയുടെ മീൻസ് ആ ഒരു ഓപ്ഷനിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. ഒരുവിധം എല്ലാ ആൾക്കാർക്കും ഇത് അറിയാമെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് നിങ്ങളുടെ കോണ്ടാക്ട് നമ്പർ, നിങ്ങളുടെ പേര്, നിങ്ങളുടെ സിറ്റി നെയിം ഇതെല്ലാം എനിക്ക് അയച്ചാൽ ഞാൻ അതിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. നിങ്ങളുടെ വാട്സപ്പിൽ തന്നെ വാട്സപ്പായിട്ടോ ടെക്സ്റ്റ് ഷെയർ ചെയ്ത് തരാം. അതിൽ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഒരു ചെറിയ കാര്യം, ഇത് 10 മിനിറ്റത്തെ കാര്യമുള്ളൂ. നിങ്ങൾക്ക് ഒരു ഡെലിവറി ചെയ്യാം. 1, 2, 3 നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെയ്യാം. അറ്റ്ലീസ്റ്റ് ഒരു ഡെലിവറി എങ്കിലും ഒരാഴ്ച ചെയ്തിരിക്കണം. എന്നാൽ ഈ ഒരു കവറേജിൽ നിങ്ങൾ അർഹനാകുകയുള്ളൂ. അപ്പൊ നമ്മൾ നോക്കൂ, നമ്മൾ ഒരു മാസം 10,000, 20,000, 30,000 അടച്ച് നമ്മൾ ഒരു ഇൻഷുറൻസ് പോലും എടുക്കേണ്ട. നമ്മൾ ജസ്റ്റ് രാവിലെയോ വൈകിട്ടോ അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുന്നത്, പല ആൾക്കാരുമുണ്ട്. നമ്മൾ ഒരുപാട് സാലറിക്കുള്ള ആൾക്ക് അവർ സ്വന്തമായിട്ട് വേറെ ഏതെങ്കിലും ഇൻഷുറൻസ് ഒക്കെ എടുത്തോളും. ഓക്കെ, അത് ചിലപ്പോൾ അങ്ങനെ ഒരുപാട് സാലറി ഉള്ളവർക്ക് ഒരുപാട് ചിലവുകൾ കാണും. അങ്ങനെയുള്ളവർക്കും ജോയിൻ ചെയ്യാം. നിങ്ങൾ ഏതെങ്കിലും ഒരു ഓപ്ഷനിൽ ഒരു ഡെലിവറി എങ്കിലും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ഇൻഷുറൻസ് കവറേജിൽ നിങ്ങൾ അർഹനാണ്. കാരണം ഒരുപാട് പേരെടുത്ത് ചോദിച്ചു, സാർ ഞാൻ ഇവിടെ പോയി ഇൻഷുറൻസിന് പോയി, അപ്പോൾ എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നു, അപ്പോൾ അവർ ചെയ്യണമെങ്കിൽ ഇരട്ടി പൈസ ഉണ്ടെന്ന് പറഞ്ഞു, എനിക്കിത് പറ്റുന്നില്ല. അപ്പോൾ ഏതെങ്കിലും ഫ്രീ ഓപ്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്തു തരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരുപാട് ചിന്തിച്ചു. ഞാനും അതിനുശേഷമാണ് ജോയിൻ ചെയ്തത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണം എന്ന് വിചാരിക്കുന്നത്. ഇത് 100% നിങ്ങൾക്ക് ഇൻഷുറൻസ് കിട്ടുന്ന തുകയാണ്. ഇപ്പോഴത്തെ ആ ഒരു സാഹചര്യത്തിൽ ഇൻഷുറൻസിന്റെ ആ ഒരു എന്താ പറയുന്ന ആ ഒരു ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. കാരണം ഒരു അപകടം ഉണ്ടാകുന്നത് ഏത് സമയത്താണ്, എപ്പോഴാണെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ നിലച്ചിരിക്കാത്ത സമയത്തായിരിക്കും നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് സംഭവിക്കുന്നത്. അപ്പോൾ ഇത് ഒരു ഇൻഷുറൻസിന്റെ ആവശ്യകത വെരി മാൻഡറ്ററി ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറന്നുകൊണ്ട് നിങ്ങളുടെ കോൺടാക്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അത് നിങ്ങൾ വാട്സപ്പിൽ മീൻസ് ഒന്ന് അയച്ചാൽ മതി. കോൺടാക്ട് നമ്പറും നിങ്ങളുടെ പേരും നിങ്ങളുടെ സിറ്റിയും അയച്ചാൽ മതി. ഞാൻ ചെയ്തിരിക്കാം. ഓക്കെ, ഞാൻ ലിങ്ക് ഇവിടുന്ന് ഷെയർ ചെയ്ത് തരാം. അത് നിങ്ങൾ ജോയിൻ ചെയ്യുക. ഡൗൺലോഡ് മീൻസ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ജോയിൻ ചെയ്യുക. ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും ഫില്ല് ചെയ്യാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറഞ്ഞു തരാം. ഓക്കെ,
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.